എല്ലാവർക്കും അമ്മൂസ് എക്കോ ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കയ്യിലും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കിച്ചണിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഓണമൊക്കെയാണ്. അപ്പോൾ ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള സദ്യയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സാധനമാണ് ശർക്കര വരട്ടി. അപ്പോൾ എല്ലാവരും ഓണത്തിനപ്പോൾ ഈ സ്പെഷ്യലൊന്നും ഉണ്ടാക്കി വെക്കുക. സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നമുക്ക് ശർക്കര വരട്ടി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് 2 പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് തൊലി കളയാം. തൊലി കളഞ്ഞിട്ട് നമുക്കിത് കുറച്ച് നേരം മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. അതിൻ്റെ കറയൊന്നും പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ 2 കായും ഞാൻ തൊലി പൊളിച്ച് കഴിഞ്ഞു. ഇനി ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി നേരത്തെ പറഞ്ഞ പോലെ നമുക്കിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നമുക്കിതിൽ കുതിർത്തി വയ്ക്കണം. അപ്പോഴാണ് ഈ കായലുള്ള കറകളൊക്കെ നന്നായി മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് കായ എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയണം. അതിനായിട്ട് നടു ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു തിക്നെസ് വേണം കേട്ടോ നമുക്ക് ശർക്കര വരട്ടിക്കുള്ള കായ അരിഞ്ഞെടുക്കുമ്പോൾ. എന്നാലാണ് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ശർക്കര വരട്ടി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു തിക്നെസ്സിൽ അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തേക്ക് ഒരു 4-5 കഷ്ണം വലിയ ബെല്ലം ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണോ നിങ്ങൾ എത്ര കായ എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ബെല്ലം എടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ബെല്ലം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ബെല്ലത്തിൻ്റെ അളവും കൂട്ടേണ്ടതാണ്. അപ്പോൾ നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കാൻ പോകും. ശർക്കര ഇവിടെ തിളച്ച് മറിയുന്നുണ്ട്. ശർക്കരപ്പാനി ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്, അടി പിടിക്കാതിരിക്കാൻ. ശർക്കരപ്പാനി ഏകദേശം ആവുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കായ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു കുണ്ടുള്ള ചീഞ്ചട്ടിയോ അല്ലെങ്കിൽ കുണ്ടുള്ള എന്തെങ്കിലും പാത്രം നമ്മളിവിടെ വയ്ക്കുക. കുണ്ടുള്ള പാത്രം നമ്മൾ എടുക്കുക. കുണ്ടില്ലാത്തെടുത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് വരാൻ കുറച്ച് ലേറ്റ് ആവും. പിന്നെ മാത്രമല്ല നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ കുണ്ടുള്ള പാത്രം തന്നെ എടുക്കുക. ചീഞ്ചട്ടി ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു ചീഞ്ചട്ടി ഉള്ളത് അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. കുറച്ചധികം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമുക്കത് മുങ്ങണം. കായ വറുത്ത് കോരി എടുക്കണം. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് തോനെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായി തിളച്ച് വരാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കായ കഷ്ണം ഇട്ട് കൊടുക്കാം. അതിട്ട വഴിക്ക് തന്നെ നമുക്ക് ഫ്ലെയിം നന്നായിട്ട് സ്ലോ ആക്കി കൊടുക്കണം. സ്ലോ ആക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും.
എന്നിട്ട് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇട്ട വശം തന്നെ അതിങ്ങനെ മേലേക്ക് പൊന്തി വന്നിട്ടുണ്ടാവും. എന്നിട്ട് നന്നായി മൊരിയിച്ചെടുക്കുക. നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ ആയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, നന്നായി ആയി വന്നിട്ടുണ്ട്. നമ്മുടെ കായ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ കായ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കരപ്പാനിയിലേക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള കായ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായപ്പൊടിയും കുറച്ച് ചുക്കുപൊടിയും കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ ഞാനിപ്പോൾ 1 ടീസ്പൂണോളം ഏലക്കായപ്പൊടി ഇടുന്നുണ്ട്. ചുക്ക് പൊടി ഇല്ലെങ്കിൽ ചുക്ക് പൊടിച്ചിട്ടിട്ടാലും മതി. ഇതാ 1 ടീസ്പൂൺ ചുക്കുപൊടി ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ പൊടികളൊക്കെ ഇടുമ്പോൾ ശർക്കരപ്പാനി ഒരിക്കലും ചൂടാറാൻ വെക്കരുത്. ശർക്കരപ്പാനി ആ ചൂടോടെ തന്നെ വേണം ഈ കായ ഇട്ട് മിക്സ് ആക്കാനും പിന്നെ ഈ പൊടികളിട്ട് മിക്സ് ആക്കാനും. ഒരിക്കലും നിങ്ങൾ തണുക്കാൻ വെക്കരുത്. തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ വിചാരിച്ച റിസൾട്ട് കിട്ടില്ല. പിന്നെ കായൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു നുള്ള് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം കുരുമുളക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് മൂന്നും കൂടെ മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. മിക്സ് ആക്കുമ്പോൾ എൻ്റെ ഒരു തരി ഡ്രൈ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇങ്ങനെ മിക്സ് ആക്കുക ഇത്ര ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങൾ അത് എന്തായാലും ശ്രദ്ധിക്കണം. ചൂടോടെ തന്നെ നമ്മൾ മിക്സ് ആക്കുക. അപ്പോൾ ഇതാ ഓണം സ്പെഷ്യൽ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങൾ എന്തായാലും ഇത് കഴിച്ച് നോക്കുക. നിങ്ങൾ തന്നെ ഉണ്ടാക്കി നിങ്ങൾ തന്നെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവും. കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളുടെ വ്യത്യാസം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനിതൊന്ന് കഴിച്ച് നോക്കി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളത് കമൻറ്റായിട്ട് നിങ്ങൾ ടേസ്റ്റ് ഉണ്ടോ അതോ എങ്ങനെയാണ് എന്താണെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം.